ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആരോഗ്യമന്ത്രി എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ മന്ത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തും. ഒരു ഉന്നതതല അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് മുന്നോടിയായ ഒരു ഉന്നതതല യോഗം ചേരാനിരിക്കുന്നു. മന്ത്രി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇന്നലെ രാത്രിയുണ്ടായ പൊട്ടിത്തെറി, അതേക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട്. പ്രാഥമികമായ നിഗമനം ഷോർട്ട് സർക്യൂട്ടാണ് എന്നാണ് ആരോഗ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം 24-ന് ലഭിക്കുന്നത്. അപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇത് നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ്, അസാധാരണ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രാഥമിക നിഗമനം ഷോർട്ട് സർക്യൂട്ടാണ്. എന്നാൽ അതിൽ വിശദമായൊരു പരിശോധനയിലേക്ക് പോകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് പൊട്ടിത്തെറി ഉണ്ടായത് എന്നത് കണ്ടുപിടിക്കാൻ കഴിയൂ എന്നാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്. ഉന്നതതല യോഗം അല്പസമയത്തിനകം ചേരും. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ആ യോഗം ചേരാനിരിക്കുന്നത്. മെഡിക്കൽ ബോർഡ് യോഗം ചേരേണ്ടതുണ്ട്. ഇതിൽ മരണമടഞ്ഞവരുടെ ബന്ധുക്കൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പുക ശ്വസിച്ച് ശ്വാസം കിട്ടാതെ മരണമടഞ്ഞവരാണ് ഇവർ എന്നൊരു ആരോപണം അവർ ഉന്നയിക്കുമ്പോൾ അതിലൊക്കെ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികളിലൂടെ അതിൽ നിർണായക കണ്ടെത്തലിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരവും അല്പസമയം മുൻപ് നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഉന്നതതല യോഗത്തിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. വിശദാംശങ്ങൾ. അനുജ, അല്പസമയം മുൻപാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. നിലവിൽ അവർ ഈ മെഡിക്കൽ കോളേജിന്റെ ഉൾവശത്തേക്ക് കടന്നിട്ടുണ്ട്. അവിടെ ഒരു പ്രാഥമികമായ ഒരു പരിശോധന ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. മറ്റുദ്യോഗസ്ഥരൊക്കെ തന്നെ ആരോഗ്യമന്ത്രിയുടെ ഒപ്പമുണ്ട്. ഇതിനുശേഷമാകും ഒരു ഉന്നതതല യോഗം, ഒരു മെഡിക്കൽ ബോർഡ് യോഗം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുകയും ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ യോഗത്തിന് ശേഷമാകും മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത ഇക്കാര്യം ഉണ്ടാവുക. ഏത് രീതിയിലാണ് ഈ അപകടമുണ്ടായത്, എങ്ങനെ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിൽ ഒരു വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് ഇതിനുശേഷം ഈ ഉന്നത തല യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അല്പസമയം മുൻപാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ കാഷ്വാലിറ്റിയുടെ സമീപം പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. കാഷ്വാലിറ്റിക്ക് ഉൾവശത്തേക്ക് കടന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ്. കാഷ്വാലിറ്റിക്ക് സമീപം ഇന്നലെ രാത്രിയാണ് പൊട്ടിത്തെറി ഉണ്ടായത്. UPS നിന്നുള്ള പൊട്ടിത്തെറി എന്ന തരത്തിലേക്കൊക്കെയാണ് വിവരങ്ങൾ വന്നത്. നേരത്തെ പൊട്ടിത്തെറിച്ച ഉപകരണങ്ങൾ, ബാറ്ററിയുടെ ദൃശ്യങ്ങൾ 24 പുറത്തുവിടുകയും ചെയ്തു. എന്താണ് ഈ പൊട്ടിത്തെറിക്ക് കാരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം എന്നത് ആരോഗ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് എന്നത് ഒരു വിശദമായ അന്വേഷണത്തിലൂടെ, പരിശോധനയിലൂടെ മാത്രമേ അതിൻ്റെ കാരണത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്നതാണ്. ഒപ്പം തന്നെ ഇതിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുണ്ടായിരുന്ന ചില ആളുകൾ മരണമടഞ്ഞതിന് കാരണം ശ്വാസം കിട്ടാതെ വിഷപ്പുക ശ്വസിച്ച് മരിച്ചു എന്നൊക്കെയുള്ള തരത്തിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ബന്ധുക്കൾ. അതിലെന്താണ് സംഭവിച്ചത്? അങ്ങനെ ചികിത്സ കിട്ടാതെ വരുന്ന സാഹചര്യം, ICUവിൽ കഴിയുന്ന രോഗികളുണ്ടായിരുന്നു. അവർക്ക് ചികിത്സ വേണ്ടത്ര രീതിയിൽ ലഭിക്കാത്തൊരു സാഹചര്യം ഈ പൊട്ടിത്തെറിക്ക് ശേഷം ഉണ്ടായിട്ടുണ്ടോ എന്നതിലൊക്കെ വിശദമായ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. മെഡിക്കൽ കോളേജ് അധികൃതർ ഇത് നിഷേധിക്കുകയാണ്. അവർ ഗുരുതരാവസ്ഥയിൽ ഉണ്ടായിരുന്ന രോഗികളാണ്. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗം ബാധിച്ചവരായിരുന്നു, ന്യൂമോണിയ ബാധിച്ച രോഗികളുണ്ടായിരുന്നു. കൂടാതെ 2 പേർ വിഷം കഴിച്ച നിലയിലുള്ളവരായിരുന്നു എന്നൊക്കെയാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ ഇതിൽ മരണമടഞ്ഞവരുടെ ബന്ധുക്കൾ പറയുന്നത് ഒരാൾ ഗുരുതരാവസ്ഥയിൽ നിന്ന് പതിയെ സാധാരണ നിലയിലേക്ക് മടങ്ങി വരവെയാണ് ഇന്നലെ ഒരു അപകടമുണ്ടായതും അവർ മരണമടഞ്ഞതും എന്നതാണ്. അതുകൊണ്ട് തന്നെ ചികിത്സ കൃത്യമായി നൽകുന്നതിൽ ICUവിൽ നിന്ന് അവരെ മാറ്റുമ്പോൾ അതിലൊക്കെ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അതിലും അന്വേഷണം നടക്കേണ്ടതുണ്ട്. അഭിജിത്ത്, പറയൂ. അനുജ, ഒട്ടനവധി ചോദ്യങ്ങൾക്ക് ഉത്തരമാകേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അപകടം നടന്നതിനു പിന്നാലെ 5ഓളം പേരുടെ മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിച്ചിരുന്നു. ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായോ, അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായോ തുടങ്ങിയ സംശയം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുടുംബം നിലവിൽ അത്തരമൊരു ആരോപണവുമായി മുന്നോട്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 5 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ളൊരു നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് പോലീസ് ഈ പരാതിയിൽ 5 FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരിക ഈ മന്ത്രിയുടെ ഉന്നതതല യോഗത്തിന് ശേഷമായിരിക്കും. ഈ ഒരു അടിയന്തര യോഗത്തിന് ശേഷമാകും. അതിനുശേഷം മന്ത്രി മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റു ഉദ്യോഗസ്ഥർ, ഈ മെഡിക്കൽ കോളേജിലെ വിവിധ വകുപ്പ് മേധാവികൾ ഉൾപ്പെടെ, പ്രിൻസിപ്പലും സൂപ്രണ്ടും ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധന ഉണ്ടാവുക. അല്പസമയം മുൻപാണ് ആരോഗ്യമന്ത്രി ഈ കാഷ്വാലിറ്റിയിലേക്ക്, ഈ പുക ഉയർന്ന് അപകടമുണ്ടായ കാഷ്വാലിറ്റിയിലേക്ക് എത്തിയത്. നിലവിൽ
നിലവിൽ അവർ ഈ കാഷ്വാലിറ്റിക്ക് ഉൾവശത്താണ്. UPS മുറിയിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു, UPSന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു. അങ്ങനെ ഉയർന്ന പുകയാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് നിലവിൽ പ്രാഥമികമായ ഒരു കണ്ടെത്തലായി പുറത്തു വരുന്നത്. അതിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിനൊരു പരിശോധന ടെക്നിക്കൽ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന്, സാങ്കേതിക വിദഗ്ധരുടെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ശരി, അങ്ങനെ വിശദമായ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. ഒരു ഉന്നതതല അന്വേഷണത്തിലേക്ക് പോകും. അല്പസമയത്തിനകമായി യോഗം തുടങ്ങും. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് യോഗം. നിലവിൽ ആരോഗ്യമന്ത്രിയുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഈ അപകടം നടന്ന കാഷ്വാലിറ്റിക്ക് സമീപം അവർ പരിശോധന നടത്തുകയാണ്.